നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും, വിജിലൻസും നൽകും. സതീശൻ നടത്തിയ സമവായ നീക്കം വിജയം. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ വേണമെന്ന് വി ഡി സതീശൻ. കോൺഗ്രസിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് 5 പേർ, 5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് ലീഗ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒരു മന്ത്രി. അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിമാരാകും. മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. കോൺഗ്രസിൽ ഐക്യ സന്ദേശവുമായി കെ സി വേണുഗോപാലും വി ഡി സതീശനും. അനാവശ്യവാശി ആർക്കുമില്ലെന്ന് വി ഡി സതീശൻ. എല്ലാ കാര്യങ്ങളും കൂടിയാലോചിക്കും. വി ഡി മന്ത്രിസഭയ്ക്ക് പൂർണ്ണ പിന്തുണയെന്ന് കെ സി വേണുഗോപാൽ. വി ഡിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ടു കെ സി വേണുഗോപാൽ. CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ അതിരൂക്ഷ വിമർശനം. പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ശൈലിയാണ് തോൽവിക്ക് കാരണമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ. പാലക്കാട് വിഭാഗീയത ശക്തമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. പെരുമാറ്റമാണ് വീണ ജോർജിന്റെ തോൽവിക്ക് കാരണമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ്. ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനത്തിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും രാജ്യത്തിന്റെ ആഗ്രഹങ്ങൾ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നെതർലൻഡ്സിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിൽ പ്രവാസികൾക്ക് പ്രശംസ. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ് സന്ദർശനം തുടരും. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ഫുഡ് ഗ്രോസറി ഡെലിവറി ജീവനക്കാരുടെ സൂചനാ പണിമുടക്ക്. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 വരെ 5 മണിക്കൂർ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തി. ഇന്ധനവിലയ്ക്ക് അനുസൃതമായി ഡെലിവറി ജീവനക്കാർക്ക് നൽകുന്ന അടിസ്ഥാന നിരക്കുകളും കിലോമീറ്റർ അലവൻസുകളും കമ്പനികൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരണം. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ഇറാനെതിരെ അമേരിക്ക ശക്തമായ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതായി സൂചന. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 2.0 നടപ്പാക്കാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്ന് റിപ്പോർട്ട്. ട്രംപിന്റെ നിർണായക തീരുമാനം ചൈനയിൽ നിന്ന് തിരിച്ചെത്തിയതിനു പിന്നാലെ. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് പുലർച്ചെ വീശിയ ശക്തമായ കാറ്റിൽ കനത്ത നാശനഷ്ടം. 10 വീടുകൾ പൂർണ്ണമായും, 7 വീടുകൾ ഭാഗികമായും തകർന്നു. IPL ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ. ഗുജറാത്തിന് ഇന്ന് നിർണായകം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.